ന്യൂസിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയ്ക്കായി ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരംഭിച്ച് വത്തിക്കാൻ. ഇന്നു മുതൽ ഫ്രാൻസിസ് പാപ്പയും ബെനഡിക്ട് 16 പാപ്പയും മുൻപ് ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടുകൾ ഇനി മുതൽ ലിയോ 14 പാപ്പ ഏറ്റെടുക്കുന്നുവെന്ന് കമ്മ്യൂണിക്കേഷൻസ് ഡിക്കാസ്ട്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം സോഷ്യൽ നെറ്റ്വർക്കായ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ അക്കൗണ്ട് പാപ്പ തുറന്നിട്ടുണ്ട്. 2012 ഡിസംബർ 12 അന്നത്തെ ട്വിറ്ററിൽ ബെനഡിക്ട് 16 പാപ്പ പൊന്തിഫിക്സ് അക്കൗണ്ട് ആരംഭിച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ പാപ്പമാരുടെ സാന്നിധ്യം തുടങ്ങിയത് എന്ന് വത്തിക്കാൻ അനുസ്മരിച്ചു. ജൂബിലി ആഘോഷത്തിനായി വത്തിക്കാനിലേക്ക് പൗരസ്ത്യ കത്തോലിക്കരെ സ്വാഗതം ചെയ്ത് ലിയോ 14 പാപ്പ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്ന പരമ്പരാഗത ഈസ്റ്റർ ആശംസയോടെയാണ് ലിയോ 14 പാപ്പ കിഴക്കൻ കത്തോലിക്കരെ വത്തിക്കാനിലേക്ക് സ്വാഗതം ചെയ്തത്. അതേസമയം പൗരസ്ത്യ സഭകൾ സംരക്ഷിക്കുന്ന അതുല്യമായ ആത്മീയവും ജ്ഞാനപരവുമായ പാരമ്പര്യങ്ങൾക്കും ക്രിസ്തീയ ജീവിതം, സിനഡാലിറ്റി, ആരാധനക്രമം എന്നിവയെക്കുറിച്ച് അവ നമ്മോട് പറയാനുള്ള എല്ലാത്തിനും വേണ്ടിയും അവയെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ബോധ്യം അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. വത്തിക്കാൻ സിനഡ് ഓഫീസിന്റെ നേതൃത്വം പുതിയ മാർപ്പാപ്പയോടുള്ള അനുസ്മരണവും പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തു. വത്തിക്കാൻ സിനഡ് ഓഫീസിന്റെ നേതൃത്വം പാപ്പയ്ക്ക് അയച്ച പൊതുകത്തിലൂടെയാണ് തങ്ങളുടെ പിന്തുണ അറിയിച്ചത്. സിനഡ് നേതാക്കൾ തങ്ങളുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലും കത്ത് പങ്കുവച്ചു. അതേസമയം ലിയോ 14 പാപ്പയുടെ മാർഗനിർദ്ദേശപ്രകാരം സിനഡൽ യാത്ര തുടരുന്നുവെന്നും സഭയുടെ വളർച്ചയെ സഹായിക്കുന്നതിനെ പാപ്പ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ ഉറ്റുനോക്കുന്നുവെന്നും സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റ് കത്തിൽ പരാമർശിച്ചു. സെക്രട്ടറി ജനറൽ കർദിനാൾ മാരിയോ ഗ്രച്ചും മറ്റ് 2 സെക്രട്ടറിമാരും ഒപ്പിട്ട ഈ കത്ത് 2021 സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് ആരംഭിച്ചതു മുതൽ കടന്നുവരുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. തട്ടിക്കൊണ്ടുപോയ പുരോഹിതനു വേണ്ടി പ്രാർത്ഥന ആഹ്വാനവുമായി കാമറൂണിലെ ഗരൂവയിലെ ആർച്ച് ബിഷപ്പ് ഫൗസ്റ്റി. ഫാദർ എംബംബറയും ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയവരുടെ കൈകളിലാണ്. ഇടയ്ക്കിടെ അവർ ചില നാട്ടുകാരുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ മോചനത്തിനായി മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് കാമറൂണിലെ ഗരൂവയിലെ ആർച്ച് ബിഷപ്പ് പറയുന്നു. മാഡിൻ ഗ്രിഗിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ഇടവക വികാരിയെ മെയ് 7 തട്ടിക്കൊണ്ടുപോയത്. മെയ് 11 ഞായറാഴ്ച ഫാദർ എംബെംബേറമിനായി പ്രത്യേക പ്രാർത്ഥന നടത്താൻ അതിരൂപതയിലെ എല്ലാ ഇടവകകളോടും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. ചിക്ലായോയിലെ ബിഷപ്പായിരുന്നപ്പോൾ ലിയോ 14 പാപ്പ തന്റെ രൂപതയെ ഫാത്തിമ മാതാവിനെ സമർപ്പിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തിയ സംഭവം അനുസ്മരിച്ച് ചിക്ലായോ രൂപത വൈദികൻ. പോർച്ചുഗലിലെ ഫാത്തിമ ദേവാലയത്തിൽ നിന്ന് വിശിഷ്ടമായ ഒരു മരിയൻ ചിത്രം ചിക്ലായോയിലേക്ക് എത്തിച്ച അവസരത്തിലാണ് ഈ പ്രതിഷ്ഠ നടത്തിയതെന്ന് ചിക്ലായോയിലെ ഹോളി ഫാമിലി ഇടവക വികാരിയായ ഫാദർ ജോർജ് മിലൻ പറഞ്ഞു. മരിയ ഭക്തനായ മാർപ്പാപ്പ ഗുവഡലൂപ്പ മാതാവിന്റെയും ലൂർദ് മാതാവിന്റെയും കർമ്മല മാതാവിന്റെയും തിരുനാൾ ദിനങ്ങളിൽ ദിവ്യബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.